ഫോട്ടോഷോപ്പിൽ വിവിധ തരത്തിലുള്ള വർക്ക് എൻവയൺമെന്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വിവിധ തരത്തിലുള്ള വർക്ക് എൻവയൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസെൻഷ്യൽ വർക്ക് എൻവയൺമെന്റ്, ഡിസൈനിങ് വർക്ക് എൻവയൺമെന്റ്, പെയിന്റിംഗ്, ടെക്സ്റ്റ് അതുപോലെയുള്ള വർക്ക് എൻവയൺമെന്റ്സിനെയാണ് വർക്ക് സ്പേസ് എൻവയൺമെന്റ്സ് എന്ന് പറയുന്നത്. നോർമലി ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ കാണുന്ന എൻവയൺമെന്റ് എസെൻഷ്യൽ എന്ന എൻവയൺമെന്റ് ആണ് നമ്മൾ കാണുന്നത്. ഇതൊരു വർക്ക് സ്പേസ് എന്ന പേരിലാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അപ്പോൾ എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ, സ്വാച്ചസ്, സ്റ്റൈൽസ്, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ്, മാസ്ക്സ് അതുപോലെയുള്ള സംഗതികൾ ആയിട്ടാണ് ലെയർ, ചാനൽ, പാത്ത് ഇതെല്ലാം ആയിട്ടുള്ള ഒരു സെറ്റിനാണ് എസെൻഷ്യൽ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഡിസൈനിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള പാലറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള മറ്റൊരു സ്പേസ് നമുക്ക് ലഭിക്കുന്നതിന് ഡിസൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രീതി നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെ പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതി ഇത് കാണാവുന്നതാണ്. ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതി, അതുപോലെ തന്നെ മോഷൻ, 3D എന്നുള്ള രീതികൾ നമുക്കായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മുടേതായിട്ടുള്ള ഒരു വർക്ക് സ്പേസ് സെറ്റ് ചെയ്യുന്നതിന് ന്യൂ വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു വർക്ക് സ്പേസ് സെറ്റ് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഇത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ അത് നമുക്ക് ആവശ്യമായിട്ടുള്ള പാലറ്റുകളെ യഥാവിധത്തിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ വർക്ക് സ്പേസ് എന്ന് കൊടുക്കാനായിട്ട്. ഇവിടെ പേര് കൊടുക്കുക, അതിനുശേഷം സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വർക്ക് സ്പേസ് അറേഞ്ച്മെന്റ് ലഭിക്കുന്നതാണ്.